ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു രസമാണ് കേട്ടോ. പല രീതിയിലും നമുക്ക് രസം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ചെട്ടിനാട് രസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു രസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 തക്കാളിയാണ് കേട്ടോ. വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി മതി. ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി. നല്ല നാടൻ തക്കാളി എടുത്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണേ. നല്ലതുപോലെ പഴുത്ത തക്കാളിയാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് അത്ര നല്ല പഴുത്തതല്ലായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ ഉടച്ചു കൊടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് 1 കപ്പ് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി പിഴിഞ്ഞ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ തക്കാളി ഉടഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ജീരകം, ഉണക്കമുളക്, പിന്നെ നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അത് ഒരു അര ടീസ്പൂൺ, പിന്നെ കുരുമുളക്, വെളുത്തുള്ളി, ഇച്ചിരി എണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഇതിനകത്ത് ഉണക്കമുളക് ഓപ്ഷണലാണ്, ചെറിയൊരു എരിവിന് വേണ്ടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ട ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. നീളൻ ഉണക്കമുളകും വേണമെങ്കിൽ എടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മൂത്ത് മണം വരും. ആ ഒരു സമയത്ത് നമുക്ക് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാവേ. ഒരുപാട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ തക്കാളി നമ്മൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ കൂട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് ഒരു 1/4 കപ്പ് പരിപ്പ് വേവിച്ച് ഇതും കൂടി ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ചേർത്തതിന് ശേഷം അതിനുശേഷം അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് വറവിടാം കേട്ടോ. അത് വറവിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി അതിനകത്തേക്ക് കടുകും കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചതും കൂടി അങ്ങ് കുറച്ച് നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ. ആ ചൂട് എണ്ണയിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി, ഓവറായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുവാണ്. നമ്മൾ ഈ കൽച്ചട്ടിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇരുന്ന് അത് നല്ലപോലെ സെറ്റ് ആകുമേ. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ലപോലെ കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക. അപ്പം മാത്രമേ കറക്റ്റ് ആ രസത്തിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രസം കുടിച്ചാൽ മതി, നല്ല സുഖം കിട്ടും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ വേറൊരു കറിയും വേണ്ട, അത്ര ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്, ചെട്ടിനാട് രസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.